നമസ്കാരം. ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഓസ്ട്രേലിയയിൽ ഏതാണ്ട് 1000-ലധികം ഒഴിവുകൾ, അതും പ്രതിവർഷം 30 ലക്ഷം വരെ ശമ്പളമുള്ള അവസരങ്ങൾ. അതായത് പ്രതിമാസം ഏതാണ്ട് 2.5 ലക്ഷത്തിലധികം ശമ്പളം ലഭ്യമാകുന്ന അവസരങ്ങൾ. ജപ്പാനിൽ 500-ലധികം തൊഴിലവസരങ്ങൾ ലഭ്യമാണ്. UAE ദുബായിൽ 50-ലധികം തൊഴിലവസരങ്ങളുണ്ട്. ഇന്ത്യയിലേക്ക് വന്നാൽ ആക്സെഞ്ചർ പോലെയുള്ള പ്രമുഖ കമ്പനികളിൽ BCom, BBA അല്ലെങ്കിൽ MComകാർക്കൊക്കെയുള്ള ഒട്ടനവധി തൊഴിലവസരങ്ങൾ ലഭ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ തൊഴിലവസരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഓസ്ട്രേലിയയിൽ 1000, ജപ്പാനിൽ 500 അവസരങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ തട്ടിപ്പാണ് എന്ന് നിങ്ങൾ ചിന്തിക്കും. എന്നാൽ കേരള ഗവൺമെന്റിന്റെ ഒരു ഏജൻസി വഴി ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ്. ഇന്നത്തെ ചില പത്രങ്ങളിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ്. അത് കണ്ടിട്ടാണ് നിങ്ങളുമായിട്ട് ഞാൻ ആ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പം ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ ITI മുതൽ വിവിധ വിഷയങ്ങളിൽ ഡിഗ്രി കഴിഞ്ഞവർ, എഞ്ചിനീയേഴ്സിന് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കൊക്കെ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മിക്ക ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന അതേപോലെയുള്ള തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ കരിയർ അറിവുകളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ jobsbridge.com എന്ന നമ്മുടെ സൈറ്റ് സന്ദർശിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ ഒക്കെ ജോലി തേടാം. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. തൊഴിലവസരങ്ങളിലേക്ക്, പ്രത്യേകിച്ച് വിദേശത്തെ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഒന്ന് സൂചിപ്പിച്ചു കൊടുക്കട്ടെ. നിങ്ങൾക്ക് വിദേശ പഠനം അല്ലെ വിദേശ ജോലി അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ കരിയർ ഗൈഡൻസ് സേവനങ്ങൾ എൻ്റെ ഭാഗത്തു നിന്ന് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗജന്യ അവസരം ഞാൻ ഒരുക്കുന്നുണ്ട്. ഓർക്കുക, എൻ്റെ നമ്പർ ഇവിടെ പൊതുവായി നൽകി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനല്ല ഞാൻ പറയുന്നത്. മറിച്ച് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് നൽകിയേക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് നൽകുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഭാഗത്തു നിന്ന് ഒരു അഡ്വൈസ് ലഭ്യമാക്കാൻ പറ്റുന്ന ഏരിയ ആണെങ്കിൽ ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് അല്ലെ എൻ്റെ ടീമിൽ നിന്ന് നിങ്ങളെ വിളിച്ചിട്ട് എന്നെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പരും ടൈമും നൽകുന്നതായിരിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ സൗജന്യമായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഓർക്കുക, ഈ സേവനം ഞാൻ സൗജന്യമായിട്ട് നൽകുന്നു എന്നുണ്ടെങ്കിലും എനിക്ക് ഒരുപക്ഷെ അതിൽ നിന്നൊരു ബെനിഫിറ്റ് കിട്ടിയേക്കാം. ഒരുപക്ഷെ നിങ്ങളൊരു വിദേശ പഠനം ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ഒരു കൺസൾട്ടൻസിയെ ഞാൻ നിങ്ങൾക്ക് റെഫർ ചെയ്ത് നൽകുവാണെങ്കിൽ, നിങ്ങൾ ആ കൺസൾട്ടൻസിയുടെ സേവനം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആ കൺസൾട്ടൻസി എനിക്കൊരു ഇൻസെൻറ്റീവ് നൽകുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ നിന്ന് ഒരു ബെനിഫിറ്റ് കിട്ടിയേക്കാം. നിങ്ങൾക്ക് സൗജന്യമായിട്ട് അഡ്വൈസ് ലഭ്യമാകും. എന്ന് മാത്രമല്ല, ഈ കൺസൾട്ടൻസികളൊക്കെ ഇപ്പോൾ വിദേശ പഠനമാണെങ്കിൽ കൺസൾട്ടൻസികൾക്ക് യൂണിവേഴ്സിറ്റി പേ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്കും നഷ്ടം ഉണ്ടാകത്തില്ല. അപ്പം ഒരു വിൻ വിൻ സിറ്റുവേഷനാണ് ഇവിടെ ലഭ്യമാകുന്നത്. അപ്പം നിങ്ങൾക്ക് പൊതുവെയുള്ള കരിയർ സംബന്ധിച്ച്, പ്രത്യേകിച്ച് വിദേശ പഠനം, ഒത്തിരി പേര് ഈ ആവശ്യമില്ലാതെ പണം ചെലവഴിച്ച് പോകുന്നു കണ്ടിട്ടുണ്ട്. വിദേശത്തൊക്കെ ഡിഗ്രി കഴിഞ്ഞവർക്ക് സൗജന്യമായിട്ട് തന്നെ PG ഒക്കെ പഠിക്കുവാനുള്ള അവസരങ്ങളുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ UK കാനഡയിലും ഒക്കെ പഠിക്കുന്നതിനേക്കാൾ എത്രയോ മികച്ച അവസരങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് ഈ ഒരു സൗജന്യ സേവനം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അതിനായിട്ടുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ സേവനം ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഇവിടെ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവരെയും ഒരുപക്ഷെ കോൺടാക്ട് ചെയ്യാൻ പറ്റി എന്ന് വരത്തില്ല. ചില കുട്ടികളൊക്കെ എന്നെ വിളിച്ചിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞു, ഇനി അമേരിക്കയിൽ ജോലി വേണം എന്ന് പറയാറുണ്ട്. അതൊന്നും സാധ്യമാകുന്ന കാര്യങ്ങളല്ല. അപ്പം സാധ്യമാകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാവുന്ന കാര്യങ്ങളിൽ മാത്രമായിരിക്കും നിങ്ങളെ തിരിച്ച് വിളിച്ചിട്ട് നമ്മളുടെ ടീമിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകുക എന്നുള്ള കാര്യം കൂടി അറിയുക. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനായിട്ടുള്ളത്, അയർലൻഡ് എന്ന രാജ്യത്തെ പഠന അവസരങ്ങൾ വിശദമാക്കുന്ന ഒരു സൗജന്യ വെബിനാർ 9ാം തീയതി ശനിയാഴ്ച ഓൺലൈനിൽ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാനും അയർലൻഡിൽ നിന്നുള്ള ചില എക്സ്പേർട്ടുകളും ഈ അവസരങ്ങൾ സൂചിപ്പിക്കുന്നതാണ്. അയർലൻഡിൽ എങ്ങനെ ഒരു വർഷം കൊണ്ട് പഠനം പൂർത്തീകരിക്കാനായിട്ട്, മാസ്റ്റേഴ്സ് ഡിഗ്രി ഒക്കെ പൂർത്തീകരിക്കാനായിട്ട് കഴിയും, പിന്നീട് സ്റ്റേ ബാക്ക് എങ്ങനെ ലഭ്യമാകും, അതല്ലെങ്കിൽ അയർലൻഡിലെ ക്രിട്ടിക്കൽ സ്കിൽസ് ഏരിയകൾ ഏതൊക്കെ, അങ്ങനെയുള്ള കോഴ്സുകൾ പഠിച്ച് എങ്ങനെ 2 വർഷങ്ങൾ കൊണ്ട് വർക്ക് പെർമിറ്റ് നേടാൻ കഴിയും, ഈ കാര്യങ്ങളൊക്കെ ഈ വെബിനാറിൽ വിശദമാക്കും. ഇത് മാത്രവുമല്ല, UK എന്ന രാജ്യത്തെ അവസരങ്ങൾ ഇപ്പോൾ കുറയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ആകർഷണീയത നഷ്ടപ്പെടുമ്പോൾ തൊട്ടടുത്തുള്ള അയർലൻഡ് എങ്ങനെ കൂടുതൽ ആകർഷകമായി മാറുന്നു എന്നുള്ള കാര്യങ്ങളും ഈ വെബിനാറിൽ സൂചിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വെബിനാറിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു അഡ്വൈസറി ബോഡിയാണ് KDISC എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കേരള നോളജ് എക്കണോമി മിഷൻ KKEM ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ,
ഇന്നത്തെ നമ്മുടെ ചില പത്രങ്ങളിൽ വന്നിരിക്കുന്ന ആ അവസരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓസ്ട്രേലിയ, ജപ്പാൻ, UAE, ദുബായ്, ഇന്ത്യയിലുമൊക്കെ ഒട്ടനവധി അവസരങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾക്ക് ഇവരുടെ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഒന്ന് മനസ്സിലാക്കാം. ഈ കേരള നോളജ് എക്കണോമി മിഷന്റെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ളത്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയേക്കാം. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ വ്യൂ ഓൾ ഇവന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്കമിങ് ഇവന്റ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു നോളജ് ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഇവിടെ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ മോർ ഡീറ്റെയിൽസിൽ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ അവസരങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയും. നമുക്ക് ഈ അവസരങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. നമുക്ക് ആദ്യം താഴെ നൽകിയിരിക്കുന്ന അവസരം ഒന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ അവസരം ആക്സെഞ്ചറിലാണ്. ആക്സെഞ്ചർ ഒരു അമേരിക്കൻ കമ്പനിയാണ്. ഇവര് ഇന്ത്യയിലേക്ക് ആണ് റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഓപ്പർച്യൂണിറ്റി ഇൻ ഇന്ത്യ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്ന തസ്തികയിൽ 20 ഓപ്പണിങ്സ് ആണുള്ളത്. BCom, MCom, BBAക്കാർക്ക് അപേക്ഷിക്കാം. 3 lakh വരെ ശമ്പളമുള്ള അവസരങ്ങളാണ്. ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള ലൊക്കേഷനുകളിലായിരിക്കും അവസരങ്ങൾ ലഭ്യമായിരിക്കുന്നത്. അപ്പം ഈ ആക്സെഞ്ചർ മുതൽ ഒട്ടനവധി അവസരങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാനായിട്ട് കഴിയും. ഞാനതൊന്നും ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നോക്കുക, BCA, MCA അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് ലഭ്യമായിരിക്കുന്ന 8 ലക്ഷം വരെ ശമ്പളമുള്ള അവസരങ്ങൾ, അങ്ങനെ കുറേ അവസരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതെല്ലാം ഡിഗ്രിക്കാർക്ക് ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ്. ഇതിൻ്റെയൊക്കെ പാക്കേജ് കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്ന കാണാനായിട്ട് കഴിയും. ഇനി നമുക്ക് വിദേശ അവസരങ്ങൾ ഒന്ന് പരിശോധിക്കാം. അതിന് മുമ്പായിട്ട് ഇവിടെ എഞ്ചിനീയേഴ്സിനുള്ള ചില അവസരങ്ങളുണ്ട്. ബിടെക്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇൻസ്ട്രുമെന്റേഷൻകാർക്ക് എഞ്ചിനീയർ ട്രെയിനി എന്ന അവസരം ബജാജ് ഓട്ടോയിൽ ലഭ്യമാണ്. 60 ഒഴിവുകളുണ്ട്. അപ്പോൾ അതിന് ഇന്ത്യയിലായിരിക്കും വർക്ക് ലൊക്കേഷന്. എനിവേർ ഇൻ ഇന്ത്യ വർക്ക് ചെയ്യാൻ തയ്യാറാണ്. ശമ്പളം 5 lakh per annum വരെ ആയിരിക്കും ലഭ്യമാവുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്ക് വിദേശത്ത് ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങളൊന്ന് പരിശോധിക്കാം. ഇവിടെ നിങ്ങൾക്ക് എബ്രോഡ് എന്ന് പറഞ്ഞിട്ടുള്ള 2 അവസരങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഈ 2 അവസരങ്ങളും ലഭ്യമായിരിക്കുന്നത് UAE-യിലാണ്, ദുബായ് UAE-യിലാണ്. അപ്പോൾ ഒന്ന് വോയേജ് മെഷീൻ ഓട്ടോമേഷൻ ദുബായ് എന്ന കമ്പനിയിൽ 20 ഒഴിവുണ്ട്. സർവീസ് ടെക്നീഷ്യൻ എന്ന അവസ്ഥയിലേക്ക് ആർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? ഡിപ്ലോമ, ITI അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ. അപ്പോൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷനിൽ ഡിപ്ലോമ, ITI കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 44,000 രൂപയായിരിക്കും പ്രതിമാസ ശമ്പളം. CTC കോസ്റ്റ് കമ്പനി, ദുബായ് ആയിരിക്കും വർക്ക് ലൊക്കേഷൻ. അതേപോലെ ഈ മിനർവ സ്പെഷ്യൽ പർപ്പസ് ഈ ഒരു കമ്പനിയിൽ 35 ഒഴിവുകളുണ്ട്. അത് ഫാബ്രിക്കേറ്റർ അല്ലെങ്കിൽ ഓട്ടോ ഇലക്ട്രീഷ്യനാണ്. ഇത് ITI, ഓട്ടോ ഇലക്ട്രീഷ്യന്, വെൽഡർ, ഫിറ്റർ ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 38,000 രൂപയായിരിക്കും പ്രതിമാസ ശമ്പളം. വിദേശത്തായിരിക്കും, UAE-യിലായിരിക്കും വർക്ക് ലൊക്കേഷൻ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഓസ്ട്രേലിയയിലും ജപ്പാനിലും ഒക്കെ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ കാണാൻ സാധിക്കും. ആദ്യത്തെ അവസരം ഓസ്ട്രേലിയയിലെ അവസരമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും വർക്ക് ലൊക്കേഷൻ ഫോർ പോസ്റ്റിംഗ് ഓസ്ട്രേലിയ എന്നുള്ളതായിരിക്കും. കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനെയാണ് ഓസ്ട്രേലിയയിലേക്ക് ഹയർ ചെയ്യുന്നത്. 100 വേക്കൻസികളുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പോസ്റ്റ് എന്താണെന്ന് ഇവിടെ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഷീറ്റ് മെറ്റൽ ഫാബ്രിക്കേറ്റർ ആൻഡ് വെൽഡേഴ്സ് ഈ തസ്തികകളിലാണ്. ITI ഡിപ്ലോമ കഴിഞ്ഞവർക്കായിരിക്കും അവസരങ്ങളുള്ളത്. അതിൻ്റെ ശമ്പളം CTC ഓസ്ട്രേലിയൻ ഡോളർ 55,500 പെർ ആനം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓസ്ട്രേലിയൻ ഡോളർ 55,000 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 60 ലക്ഷം ഇന്ത്യൻ റുപ്പീസാണ്. അതായത് 2.5 ലക്ഷം പെർ മന്ത് ശമ്പളമുള്ള അവസരങ്ങളാണ്. അപ്പം കാണാൻ സാധിക്കും ഓസ്ട്രേലിയയിലായിരിക്കും പോസ്റ്റിങ് എന്നുള്ള കാര്യം. ഒരു കാര്യം കൂടി ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ പ്രത്യേകം ഒന്ന് മനസ്സിലാക്കുക. ഒരു ട്രെയിനിങ് ഇവർ നൽകും. 2 months ഒരു ട്രെയിനിങ് ഉണ്ടായിരിക്കും. ഡ്യൂറേഷൻ ഓഫ് ട്രെയിനിങ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതിനൊരു ട്രെയിനിങ് ഫീ ഉണ്ടായിരിക്കും എന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഏകദേശം 4 ലക്ഷം രൂപയാണ് അതിനെ സൂചിപ്പിക്കുന്നത്. ഈ ട്രെയിനിങ് ഈ കേരള നോളജ് എക്കണോമി മിഷനാണോ നൽകുക അതോ ഇവരുടെ ഏതെങ്കിലും ഏജൻസി ആണോ എന്നുള്ള കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല. ഏതായാലും അങ്ങനെ ഒരു ട്രെയിനിങ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യം അറിയുക. അപ്പോൾ അതിനൊക്കെ ആ എക്സ്പെൻസ് വരും. അതിനെ കൊണ്ട് ഡീറ്റെയിൽസ് ഞാൻ പിന്നാലെ ഒന്ന് കാണിക്കാം. ഇനി മറ്റൊരു അവസരം ഈ ജപ്പാനിലേക്ക് കെയർ ഗിവേഴ്സ്, അത് 500 പേരെ വേണം എന്ന് കാണിക്കുന്നുണ്ട്. അപ്പം കെയർ വർക്കേഴ്സ് എന്ന തസ്തികയിലേക്കായിരിക്കും ഹയർ ചെയ്യുക. ഇത് നേഴ്സിംഗ് തന്നെ GNM, ANM, BSc നേഴ്സിംഗ് ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 1.2 lakhs പെർ 1.25 ലക്ഷം രൂപയാണ് പ്രതിമാസ ശമ്പളം എന്നാണ് സൂചിപ്പിക്കുന്നത്.
ഇവിടെയും 6 months ട്രെയിനിങ് ഉണ്ടായിരിക്കും എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ആക്സിസ് ബാങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 200 പേരെ ടെലി പെർഫോമൻസ് വഴി റിക്രൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. ഡിഗ്രിക്കാർക്കാണ് 22,000 രൂപ വരെ ശമ്പളമുള്ള അവസരങ്ങളാണ്. അപ്പോൾ അത് വിവിധ ലൊക്കേഷനുകളിലേക്ക് ഹയറിങ് നടക്കുന്നുണ്ട്. അതൊക്കെ ഡയറക്റ്റ് ഹയറിംഗ് ആണ്, ട്രെയിനിങ് ഒന്നുമില്ല. ബജാജ് ഓട്ടോയിൽ ഇങ്ങനെ ഞാൻ ഇതൊക്കെ സൂചിപ്പിക്കും. അങ്ങനെ ഒട്ടനവധി അവസരങ്ങൾ ഡിഗ്രിക്കാർക്ക്, BCA MCAക്കാർക്ക്, അല്ലെ BTechകാർക്ക്, ഗ്രാജുവേറ്റ്സിനൊക്കെയുള്ള അവസരങ്ങൾ ലഭ്യമാണ്. നമുക്ക് ഈ ദുബായിലും ജപ്പാനിലും ഓസ്ട്രേലിയയിലും ഒക്കെ ലഭ്യമായിരിക്കുന്നതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ അതെങ്ങനെ അപ്ലൈ ചെയ്യണം ആ കാര്യം കൂടി ഒന്ന് പരിശോധിക്കാം. വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലുമൊക്കെയുള്ള ഓപ്പണിങ്സിൽ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഉദാഹരണത്തിന് വ്യൂ ഓൾ ജോബ്സ്, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് ഇതിനകത്ത് ലഭ്യമായിരിക്കുന്ന ജോലികൾ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ വന്നിട്ട് ഓരോ ജോലിയുടെയും ജോബ് ഐഡിയോ അല്ലെങ്കിൽ കമ്പനി നെയിമോ ഒക്കെ വെച്ചിട്ട് സെർച്ച് ചെയ്ത് അപേക്ഷിക്കാനായിട്ട് കഴിയും. നമുക്ക് ഈ ജപ്പാനിലെയും ഓസ്ട്രേലിയ അവസരങ്ങളൊക്കെ മനസ്സിലാക്കാം. എന്താ ഇവിടേക്ക് വന്നാൽ വിജ്ഞാന പത്തനംതിട്ട എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഈ സൂചിപ്പിച്ച ജോബ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടേക്ക് വന്നാൽ കെയർ ടേക്കർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മൾ ഓൾറെഡി കണ്ടു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഈ ക്വിക്ക് അപ്ലൈയിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാൻ ഓൾറെഡി സൂചിപ്പിച്ച് ഈ കെയർ വർക്കേഴ്സായിട്ട് 500 പേരെ ഓസ്ട്രേലിയയിലേക്ക് ഹയർ ചെയ്യുന്നുണ്ട്. നേഴ്സുമാർക്ക് ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ്. അത് ANMO GNMO BSc നേഴ്സിംഗോ ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 1,20,000 രൂപ പെർ മന്ത് ആയിരിക്കും ശമ്പളം ലഭ്യമാവുക. അതിൻ്റെ ഭാഗമായിട്ട് 6 മാസത്തെ ട്രെയിനിങ്, ജാപ്പനീസ് ലാംഗ്വേജ് അപ് ടു ലെവൽ 4 ട്രെയിനിങ് ഒക്കെ നൽകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 21 വയസ്സ് മുതൽ 28 വയസ്സ് വരെ പ്രായമുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാൻ കഴിയുക. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനായിരിക്കും പ്രയോറിറ്റി നൽകുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇത് 5 വർഷത്തേനുള്ള SSW വിസയിലായിരിക്കും ലഭ്യമാവുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ട്രെയിനിങ്ങിന് ഒരു ഫീ ഉണ്ടായിരിക്കും, 2 ലക്ഷമായിരിക്കും ട്രെയിനിങ് ഫീ ഉള്ളത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോഴും ആരായിരിക്കും ട്രെയിനിങ് നൽകുക എന്നുള്ള കാര്യങ്ങൾ ഇവർ മെൻഷൻ ചെയ്യുന്നില്ല. എന്നിട്ട് നിങ്ങൾക്ക് ഇത് താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അങ്ങനെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്നാൽ ഒട്ടനവധി തൊഴിൽ അവസരങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ മുമ്പ് സൂചിപ്പിച്ച അവസരങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇവിടെ ഓസ്ട്രേലിയയിലേക്കുള്ള അവസരങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ ക്വിക്ക് അപ്ലൈ ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാനായിട്ട് കഴിയും. 1000-ലധികം ഒഴിവുകൾ ഓസ്ട്രേലിയയിലിട്ടുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഷീറ്റ് മെറ്റൽ ഫാബ്രിക്കേറ്റേഴ്സ് ആൻഡ് വെൽഡേഴ്സ് പിന്നെ IELTS 5 ബാൻഡ് ഒക്കെ നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ശമ്പളം 55,500 ഓസ്ട്രേലിയൻ ഡോളേഴ്സ്, അതായത് ഒരു 60-30 ലക്ഷം ഇന്ത്യൻ റുപ്പീസ് പ്രതിവർഷം, പ്രതിമാസം 2.5 ലക്ഷം രൂപ ഒക്കെയാണ് ലഭ്യമാവുക. അപ്പോൾ അതിൻ്റെ ജോലിയുടെ ഒരു സ്വഭാവം ഏജ് 23 വയസ്സും 35 വയസ്സിനും ഇടയിലായിരിക്കണം. ITI ഡിപ്ലോമ, ഡ്രാഫ്റ്റ്സ്മാൻ, സിവിള്, സർവയർ, അതേപോലെ ബാർ ബെൻഡിങ് ആ മേഖലയിലൊക്കെയാണ് അവസരങ്ങളുള്ളത്. 1 to 2 years എക്സ്പീരിയൻസ് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ നൽകുന്നുണ്ട്. ആദ്യം 2 ഇയറിലേക്കായിരിക്കും ഇവർ ഇത് നൽകുക, കോൺട്രാക്റ്റ്. പിന്നീട് അത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാം. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ സ്പെഷ്യൽ സ്കിൽ വിസ SS വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 5 ഇയർ കൊണ്ട് നിങ്ങൾക്ക് പെർമനന്റ് റെസിഡൻസി അവിടെ ലഭ്യമാകും. അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഓരോ കമ്പനിയുടെയും ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഏതാണ് നമ്മളുടെ ടെലി പെർഫോമൻസിലെ ബാങ്ക് ഒഴിവുകൾ, ബാങ്ക് ഓൺ റോള്, ആ കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. എന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ടും കഴിയും. അപ്പം വിദേശത്ത് പ്രത്യേകിച്ച് ജപ്പാനിലും ഓസ്ട്രേലിയയിലും UAE-ലും ഒക്കെ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങൾ ഈ ഗവൺമെന്റിന്റെ പ്ലാറ്റ്ഫോമിൽ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ പോയാൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട നമ്പരും ഇമെയിൽ IDയും ഒക്കെ അവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്ത് ഇതിൻ്റെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാവുന്നതാണ്. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഉപകാരപ്രദമാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ നഴ്സിംഗ് കഴിഞ്ഞവർ, ITI, ഡിപ്ലോമ, എഞ്ചിനീയേഴ്സ്, അല്ലെങ്കിൽ ഞാൻ മുമ്പ് സൂചിച്ച പോലെ മറ്റ് ഡിഗ്രികൾ അങ്ങനെയൊക്കെ കഴിഞ്ഞവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തരുന്നവരാണെങ്കിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജോബ് സൈറ്റിലൂടെയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടിയോ അതല്ലെങ്കിൽ നമ്മളുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.